2 ദിവസം കഴിഞ്ഞ് മുൻമുൻ പറവ മിട്ടുവിനെ വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ആഹാ, കൊള്ളാമല്ലോ. കൃത്യസമയത്ത് കൃത്യമായ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വെട്ടുതത്തയ്ക്ക് വേഗം തന്നെ ഗുണമാകും. ആ ഡോക്ടർ, ഒരു ദിവസം പോലും തെറ്റ് സംഭവിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവന് മരുന്ന് കൊടുത്തു. ഡോക്ടർ മിട്ടുവിന് ഓപ്പറേഷൻ ചെയ്തു. മിട്ടുവിന്റെ ശബ്ദം അവന് തിരിച്ചു കിട്ടി. പപ്പായ മാമ ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. മിട്ടുവിന്റെ സന്തോഷത്തിന് അളവില്ലാതായി. മിട്ടു ആദ്യമായി ഒരു വാക്കാണ് പറഞ്ഞത്. ഓമയ്ക്കാമരം മാമാ, നിങ്ങൾ എന്റെ വളരെ വലിയൊരു സുഹൃത്താണ്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കുകയേയില്ല. താങ്കൾ കാരണമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ നോക്കും വിട്ടു. ഇതിനെല്ലാം കാരണം നിന്റെ പ്രയത്നം മാത്രമാണ്. നീ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. സബാഷ്, നീ നേടിയെടുത്തു. അതെ, എന്നാൽ പപ്പായ മാമ, ഇതിൽ എന്റെ പങ്ക് എത്രത്തോളമുണ്ടോ അതേ അളവിൽ താങ്കളുടെ സഹായവുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആര് മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ സഹായിക്കാനാണ്? എന്നാൽ താങ്കൾ ഇത് ചെയ്തു. താങ്കൾ സത്യത്തിൽ ഈ കാടിന്റെ ഹീറോയാണ്. പപ്പായ മരം അത് കേട്ട് കരയാൻ തുടങ്ങി. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി.